ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് യു കെയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് കാണും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് യു കെ വന്നതിന് ശേഷം ചെയ്യാനുള്ളത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് ഇവിടെ വന്നിട്ട് നമ്മളിവിടുത്തെ യു കെ വന്ന് ഇറങ്ങിയതിന് ശേഷം ഉള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ലിംന ലോറൻസ്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ MBA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റുഡൻസിന്, അതായത് നാട്ടിൽ നിന്ന് യു കെയിലോട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ നോട്ടിഫിക്കേഷൻസും കൂടുതൽ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വേഗം തന്നെ നമ്മുടെ വീട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ BRP കാർഡ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. BRP കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നിൽക്കാനുള്ള റെസിഡൻസ് പെർമിറ്റ് കാർഡാണ്. അപ്പോൾ അത് നമുക്ക് നാട്ടിലെ ആധാർ കാർഡ് പോലെ ഉള്ള ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് VFSൽ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമല്ലോ. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ മീൻസ് ആ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ആ ദിവസം നമുക്കൊരു കൊറിയർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരു പേപ്പറും കൂടെ കാണും ഇതിൻ്റെ കൂടെ. ആ പേപ്പർ നമ്മൾ ഇവിടെ വരുന്നവരെ നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം കേട്ടോ. ആ പേപ്പറിനകത്ത് താഴെ പോസ്റ്റ് കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എമിഗ്രേഷൻ ഓഫീസർ, എനിക്കെന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ ഓഫീസർ കാണിച്ചു തന്നു ഇവിടെ പോയാണ് BRP കാർഡ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി തന്നെ BRP കാർഡ് വരുന്നവരുണ്ട്. അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യാം. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോയാണ് BRP കാർഡ് കളക്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവിടെ പോയി നമ്മുടെ പാസ്പോർട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പെർമിറ്റ് കാർഡ് നമുക്ക് എടുത്തു തരും കേട്ടോ അവർ. അങ്ങനെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് കളക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഫസ്റ്റ്. ഇത് നഷ്ടപ്പെട്ട് പോകാണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ്, നമ്മൾ NI നമ്പറിന് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമുക്ക് നമ്മൾ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ BRP കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ NI നമ്പർ രജിസ്റ്റർ ചെയ്യണം. NI നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിന് ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കാം. NI നമ്പർ രജിസ്റ്റർ ചെയ്യണം. പിന്നെ NI നമ്പർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് NI റെഫറൻസ് നമ്പർ കിട്ടും. അതായത് നമുക്ക് ഈ NI നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കില്ലേ, നമ്മൾ താമസിക്കുന്നതിൻ്റെ പോസ്റ്റ് കോഡിലാണ് നമുക്ക് ഈ NIൻ്റെ ലെറ്റർ കിട്ടുന്നത്. അപ്പോൾ ആ ലെറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഫറൻസ് നമ്പർ ഉണ്ടല്ലോ, ആ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. NI നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ക്രീനിൽ ആ റെഫറൻസ് നമ്പർ കാണുമ്പോൾ നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് NI നമ്പർ ചോദിക്കുമ്പോൾ നമുക്ക് ഈ റെഫറൻസ് നമ്പർ കൊടുത്താൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ NI നമ്പർ നമുക്ക് പോസ്റ്റ് വഴി വരുന്നതായിരിക്കും. അപ്പം സെക്കൻഡ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ GP രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. GP രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മെഡിക്കലിൻ്റെ, അതായത് നമുക്ക് വയ്യായികയൊക്കെ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് GP രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പനിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചാലൊന്നും വലിയ റെസ്പോണ്ടൊന്നും കാണില്ല, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടത്. എനിക്ക് പേഴ്സണലി ഇതുവരെയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നമ്മൾ പനിയായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ടാബ്ലറ്റ് എടുക്കാനോ അങ്ങനെയൊക്കെ പറയുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റൽ, അതായത് ഡോക്ടറെ പോയി നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ GP രജിസ്റ്റർ ചെയ്യുന്നിടുന്ന അത്യാവശ്യമാണ്, കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നതും എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് GP രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തേർഡ്. അതിന് നമുക്ക് GP രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. പോസ്റ്റ് കോഡാണെങ്കിലും നമ്മൾ വീടിൻ്റെ നമ്പർ ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക്
നാട്ടിലെ പോലെയല്ല, ഇവിടെ എല്ലാം നമുക്ക് പോസ്റ്റ് വഴി വരുന്നുണ്ട്. നാട്ടിൽ പോസ്റ്റ് ഒരുപാട് അധികം വരാറില്ലല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ പോസ്റ്റ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് പോസ്റ്റ് വഴി വരാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് കോഡും എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റുഡൻസിന് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയിഡ്സും പിന്നെ റിവോൾട്ട്, മോൺസോ അങ്ങനെയൊക്കെ ഉണ്ട്, ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ പൊതുവേ ഞാൻ കേട്ടിട്ടുള്ള ലോയിഡ്സും റിവോൾട്ടും മോൺസോയും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ലോയിഡ്സ് ആണ് കൂടുതലധികം ചെയ്തത് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്കും ലോയിഡ്സിൻ്റെ ആണുള്ളത്. അപ്പം ലോയിഡ്സിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ എല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ അക്കൗണ്ട് പുതിയത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതെല്ലാം ചെയ്യാൻ എന്തെങ്കിലും പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ലോയിഡ്സിൻ്റെ ബാങ്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ലോയിഡ്സ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പും ഉണ്ട്, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് പോസ്റ്റ് വഴി അതിൻ്റെ ATM കാർഡ് ഇങ്ങനെ കിട്ടും. അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് ഇതും നമുക്ക് ബസ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേ കണക്ക് നമ്മുടെ സാധനം വാങ്ങുന്ന സമയത്തും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാണ് ബാങ്ക് അക്കൗണ്ട്. പിന്നെ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ റിവോൾട്ട് മോൺസോയൊക്കെ എടുക്കുന്നവരുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഞാൻ അതിൻ്റെ ബ്രാഞ്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോയിഡ്സ് ആണ് ചെയ്തത്. റിവോൾട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം, സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ റിവോൾട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. മോൺസോ ആണെങ്കിൽ മോൺസോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് റിവോൾട്ടിൻ്റെ റിവോൾട്ടിലാണെങ്കിൽ ATM കാർഡിന് £5 കൊടുക്കണമെന്ന് തോന്നുന്നു. അതെ, £5 കൊടുക്കണം. മോൺസോയിലാണെങ്കിൽ കാർഡ് വരുമെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഷോപ്പിങ്ങിനാണെങ്കിലും ബാക്കി എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിനാണെങ്കിലും ആ കാർഡ് നമുക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അടുത്തത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിസ്റ്റർ കാർഡാണ്. ഓയിസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് പേർപ്പസിന് യൂസ് ചെയ്യുന്ന കാർഡാണ്. നമുക്ക് ബസ്സിലും പിന്നെ നമ്മുടെ ട്രെയിനിലും ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓയിസ്റ്റർ കാർഡ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിസ്റ്റർ കാർഡ് 2 രീതിയുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റുഡൻറ്റ് ഓയിസ്റ്റർ കാർഡും ഒന്ന് നോർമൽ ഓയിസ്റ്റർ കാർഡും. സ്റ്റുഡൻറ്റ് ഓയിസ്റ്റർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൈറ്റ് വഴി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അത് മന്ത്ലി പേയ്മെൻ്റ് ആണ്. കറക്റ്റ് പേയ്മെൻറ്റ് എനിക്കറിയില്ല, 100 സംതിങ് പൗണ്ടാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ നോർമൽ ഓയിസ്റ്റർ കാർഡാണ് എടുത്തത്. നോർമൽ ഓയിസ്റ്റർ കാർഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. നോർമൽ ഓയിസ്റ്റർ കാർഡ് ഇതാണ്. അപ്പം എനിക്കിപ്പം ഇതാണ് ഓക്കെ ആയിട്ട് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അത് എനിക്ക് കൂടുതലായിട്ടും ഈ കോളേജിൽ പോകാനും പിന്നെ 2 ദിവസം വർക്ക് ആണ്. അപ്പം ആ വർക്കിന് പോകാനും വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഡെയിലി 2 ഡേയ്സും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഒരു £10 ആവുന്നുള്ളൂ. പിന്നെ ജോലിക്ക് പോകാനാണെങ്കിൽ എനിക്കൊരു £20 ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഓയിസ്റ്റർ കാർഡ് മതിയാവും. പിന്നെ നമുക്ക് ഡ്യൂട്ടി ഏത് സമയം കാണില്ല, ചില വീക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഈ കാർഡിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഓയിസ്റ്റർ കാർഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഓയിസ്റ്റർ കാർഡ് വന്നിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് കാണും, നമ്മൾ നാട്ടിൽ നിന്ന് ട്രാവൽ കാർഡ് കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ട്രാവൽ കാർഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു ഡൗട്ട് കാണും. ട്രാവൽ കാർഡ് യൂസ് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സ് ട്രാവൽ കാർഡ് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പേഴ്സണലി ട്രാവൽ കാർഡ് യൂസ് ചെയ്തിട്ടില്ല. അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പേടി കൊണ്ടിട്ടാണ്. കാരണം നമ്മൾ പേയ്മെൻറ്റ് അത്രയും എടുത്തുകൊണ്ട് വരുന്നതല്ലേ, അതായത് നാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് എമൗണ്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ നമ്മുടെ ചിലവിനായിട്ട്. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ എങ്ങാണ് പിടിക്കുമോ, അത് ഞാൻ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ വൺസ് ടാപ്പ് ചെയ്തിട്ട്
ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്ക് ചെയ്തപ്പോഴാണ് പേയ്മെൻറ്റ് പോയെന്നുള്ളത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കും അങ്ങനെ അതൊരു പേടിയായി. ഫ്രണ്ട്സ് പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് പേഴ്സണലി ഒരു പേടിയായി, പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ടാപ്പ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഓയിസ്റ്റർ കാർഡ് എടുത്ത് നമ്മൾ കാശ് പൈസ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഓയിസ്റ്റർ കാർഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ID കാർഡ് കളക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ID കാർഡ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പം യൂണിവേഴ്സിറ്റിയുടെ ID കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ UELൻ്റെ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിൽ നമ്മുടെ പോസ്റ്റ് കോഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. നാട്ടിൽ നിന്ന് നമ്മൾ പോസ്റ്റ് കോഡ് കൊടുക്കുന്നുണ്ട്. നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ സൈറ്റിനകത്ത് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ID-യും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും നമ്മുടെ പോസ്റ്റൽ കോഡും എല്ലാം ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് ID കാർഡ് ചെയ്യാൻ വേണ്ടി ഏത് പോസ്റ്റ് കോഡാണോ നമ്മൾ കൊടുക്കുന്നത് ആ പോസ്റ്റ് കോഡിൽ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ID കാർഡ് വരുന്നത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ആദ്യം ഒരു സെലക്ട് ചെയ്ത അക്കോമഡേഷൻ ആ പോസ്റ്റ് കോഡായിരുന്നു കൊടുത്തിരുന്നത്. എനിക്ക് അവിടെയാണ് വന്നത്. ഞങ്ങൾ പിന്നീട് പോയി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ സെയിം ഇതാണ് എടുത്തത്, പോസ്റ്റ് കോഡാണ് കൊടുത്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പിന്നെ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതും കൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ID കാർഡാണ്. അപ്പം അതും കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്താലാണ് നമുക്ക് ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് ടാപ്പ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ നമുക്ക് ലൈബ്രറി ആക്സസ് ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് ഈ സ്റ്റുഡൻറ്റ് ID കാർഡ് വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടൻറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പിന്നീടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന മീൻസ് ഹായ് ഹലോ അങ്ങനെ അയക്കാതെ കഴിയുന്നതും മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് കാര്യം ഒന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അതിന് കാണുന്ന സമയത്ത് അപ്പം തന്നെ റിപ്ലൈ തരാൻ പറ്റും. ഹായ് ഹലോ അയക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ റീസൺ ചോദിച്ച് വരുമ്പോഴത്തേക്ക് അത് കുറച്ച് ടൈം ഇത് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം കഴിയുന്നതും നിങ്ങൾ മാക്സിമം മെസ്സേജ് അയക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മീൻസ് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.